ഹായ്, ഈ അമ്പലം ഏതാണെന്ന് മനസ്സിലായോ? ഇത് ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രശസ്തമായ ചിട്ടിക്കുളങ്ങര ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ സംശയം? അതിനൊരു കാരണമുണ്ട്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക രുചിക്കൂട്ടുണ്ട്. ആ രുചിക്കൂട്ട് തേടിയാണ് നാടും തനിനാടിൻ്റെ ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ പോയാലോ? ചേച്ചി, ഈ നാട്ടുകാരിയാണോ ചേച്ചി? അതെ. പേരെന്താ ചേച്ചിയുടെ? രജിത്ര. ചേച്ചി അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു രുചിക്കൂട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, കൊഞ്ചും മാങ്ങക്കറി. കൊഞ്ചും മാങ്ങക്കറി? അതെ. ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണോ? അടുത്ത് തന്നെ. ചേച്ചിക്ക് അത് ഉണ്ടാക്കാൻ അറിയോ? പിന്നെ നമ്മുടെ ഓണാട്ടുകാരുടെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ്. ആണല്ലേ? അതെ. എന്നാൽ ചേച്ചി ഞങ്ങൾ ഈ പ്രഷർ കൂടി ഒന്ന് ഉണ്ടാക്കി തരുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കി തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടി കൊഞ്ചും മാങ്ങാക്കറി ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ചേച്ചി പോകാം. വരും. ചട്ടിക്കകത്ത് നമ്മൾ വെക്കുന്നത്. നമ്മുടെ പച്ചമാങ്ങ ഇവിടെ എത്തി. ഇത് നമ്മുടെ നിസാറേട്ടനാണ്. വർഷങ്ങളായിട്ട് ഇവിടെ മാങ്ങ കച്ചവടം ചെയ്യുന്നതാണ്. ചേട്ടൻ്റെ വില 4 കിലോ. നമുക്ക് 4 കിലോയുടെ ആവശ്യമില്ല, നമുക്ക് 2 കിലോ മതി. ചേട്ടാ, ഇത് തനി നാടനല്ലേ? നമുക്ക് പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് 2 കിലോ എടുക്കണേ. പുളിമാങ്ങയാണ് നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. മധുരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നു. ചേച്ചി സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ മേടിക്കാറ്? സ്ഥിരമായിട്ട് നിസാറേട്ടനാണ് വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പച്ചമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചല്ലേ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതെ, ഇത് വെച്ചാണ്. അപ്പൊ നമുക്കിത് ചെയ്യാൻ പോയാലോ? ഇത് മാത്രം പോരല്ലോ, പിന്നെ കൊഞ്ച് വേണ്ടേ? മാങ്ങയുടെ കൂടെ കൊഞ്ച് മേടിക്കാൻ പോകണം. അപ്പൊ നമ്മുടെ പച്ചമാങ്ങ കിട്ടി, ഇനി നമ്മൾ നല്ല കൊഞ്ച് മേടിക്കാൻ പോവാണ്. അപ്പൊ പോയാലേ ചേച്ചി? പോകാം. ഓക്കെ. കൊഞ്ചുണ്ടോ? എത്ര പാക്കറ്റ് ഉണ്ട്? ഓക്കെ, 3 എണ്ണം എടുക്കാം. ഒരു 3 പാക്കറ്റ് എടുക്കും. 3 എണ്ണം മതി ചേച്ചി? 3 എണ്ണം മതി. എത്രയമ്മ? 60. ഓക്കെ. അപ്പൊ നമ്മുടെ ഉണക്കക്കൊഞ്ച് റെഡി, പച്ചമാങ്ങ റെഡി. ചേച്ചി വിശന്നിട്ട് വയ്യ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കറി ഉണ്ടാക്കാൻ പോയാലോ? ചേച്ചി പോകാം.
മാങ്ങയും കൊഞ്ചൊക്കെ മേടിച്ചു നമ്മള്. ഇനി നമ്മൾ രജിത്രയുടെ വീട്ടിൽ വന്നേക്കാണ്. രജിത്രത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഇത് എൻ്റെ അമ്മ രമാദേവി. അമ്മയാണ്. അമ്മേനെ കുറെ നേരം പൊക്കി പറഞ്ഞു. അമ്മയാണ് ഇതെല്ലാം പഠിപ്പിച്ചതെന്ന്. അമ്മ നല്ല ഒന്നാമത് ഒരു കുക്കാണ്. അമ്മയാണ് പഠിപ്പിച്ചു തന്നത്. ഇതെന്റെ ചേച്ചിയാണ് രമ്യ. ചേച്ചിനെ കണ്ട അനിയത്തിയാന്ന് പറയുന്നത് അതെല്ലാരും പറയാറുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് കിഷോർ എന്ന പേര്. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയിക്ക. ഇത് ചേച്ചിയുടെ വാവയാണ്, ഹേമിഷ്, LKG പഠിക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം. ഇത് എന്റെ സ്വന്തം ശിവന്യ, ഇപ്പൊ 1 വയസ്സ്. അമ്മയാണോ രജിത്ര എല്ലാം പഠിപ്പിച്ചു തന്നത്? അതെ, അമ്മയാണ് എന്റെ ഗുരു. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. നാടൻ വിഭവങ്ങളെല്ലാം തന്നെ അമ്മ വളരെ ടേസ്റ്റി ആയിട്ട് വെക്കും. അമ്മയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഞാനിത് വളരെ കഷ്ടപ്പെട്ട് അമ്മയെടുക്കാമെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിച്ചാണ് കൂടുതൽ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടൊരു കറക്കിയെടുത്ത് അങ്ങനെയാണ്. പക്ഷെ അമ്മയാണ് പറഞ്ഞ കൈകൊണ്ട് ഞെവിടി അത് ഉണ്ടാക്കുമ്പോൾ. രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞു. നന്നായിട്ട് ഉണ്ടാക്കൂലേ അമ്മ? അമ്മനെ വിളിക്കേണ്ടി വരുമോ പിന്നെ ഞങ്ങള്? അമ്മ നന്നായിട്ട് വെക്കും. ഞങ്ങൾക്ക് അപ്പൊ എല്ലാം പറഞ്ഞു തരുന്നതും അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അമ്മ ഞങ്ങൾക്ക് ഇപ്പോ മാങ്ങ മരിഞ്ഞു തരുമോ അമ്മ? ഞങ്ങക്ക് മാങ്ങ. അപ്പൊ നമ്മുടെ അമ്മ അതെ മാങ്ങയൊക്കെ നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്ത് തരാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നല്ല പച്ചമാങ്ങ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കാൻ പോകും. ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഇത്രയും മാങ്ങയുടെ ആവശ്യമുണ്ടോ അമ്മേ? ഇത്രയും വേണോ അമ്മ മാങ്ങ? അമ്മ മാങ്ങ ചെത്താൻ തുടങ്ങി. പക്ഷെ മാങ്ങ ചെത്തുന്നതിന് മുമ്പ് പാത്രത്തിൽ ഉപ്പും മുളകും പൊടിയൊക്കെ അതേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മിക്കവാറും കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ കിട്ടുമെന്ന് തോന്നണില്ല, ഇല്ലേ ചൈത്ര? ഇത് ഞങ്ങള് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോ മാങ്ങയൊക്കെ പുളി, ഉപ്പും മുളക് പൊടിയും കൊച്ചുള്ളിയും എണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചോണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചോ? കുറെ മാങ്ങയുണ്ട് നമ്മുടെ കയ്യില്. കുറച്ച് മാങ്ങ നമ്മൾ ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കും. അതിന് ശേഷമുള്ള മാങ്ങ നമ്മൾ കറി ഉണ്ടാക്കും, ഇല്ലേ അമ്മ? അവസാനം നമുക്ക് കറി വെക്കാനൊന്നും കാണത്തില്ല കേട്ടോ, ഇങ്ങനെയാ പോകുന്നെങ്കിൽ.